അന്തരിച്ച മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞിന്റെ പൊതുദർശനം തുടരുകയാണ്. കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ ഒരു നോക്ക് കാണാനായി നിരവധി പേരാണ് എത്തിയത്. ഖബറടക്കം നാളെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദിൽ നടക്കും. ലിഡിയ ജേക്കബ് ചെയ്യുന്ന വിശദാംശങ്ങൾ നൽകാനായി. ലിഡിയ, എത്ര മണിവരെ ഉണ്ടാകും പൊതുദർശനം? മറ്റു വിശദാംശങ്ങളൊക്കെ എന്താണ്? ജീന, 9 മണി വരെയാണ് ഞാലകം കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനായും അന്തിമോപചാരം അർപ്പിക്കാനായും ഞാലകം കൺവെൻഷൻ സെന്ററിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുദർശനം നീണ്ടുപോകാനാണ് സാധ്യത. ഏകദേശം 7 മണിയോടെ പൊതുദർശനം തുടങ്ങുമെന്ന് അറിയിച്ചതെങ്കിലും 7:30യോടെയാണ് പൊതുദർശനം ആരംഭിച്ചത്. മാത്രമല്ല, ആശുപത്രിയിലും, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായിരുന്നത്. ആശുപത്രിയിലും നിരവധി ആളുകൾ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി. അതിനുശേഷം പാലക്കാമുകൾ പള്ളിയിൽ ജുമാ മസ്ജിദിൽ എത്തിച്ച ശേഷമാണ് ഇപ്പോൾ ഞാലകം കൺവെൻഷൻ സെന്ററിലേക്ക് അദ്ദേഹത്തിന് പ്രത്യേകം എത്തിച്ചിരിക്കുന്നത്. പൊതുദർശനത്തിൽ നിരവധി ആളുകൾ, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ പങ്കെടുക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ്. കളമശ്ശേരി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്ന നേതാവാണ്. മട്ടാഞ്ചേരി MLA ആയിരുന്നു. അത്തരത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പ്രമുഖ വ്യക്തിത്വം കൂടിയാണ് VK ഇബ്രാഹിം കുഞ്ഞ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അവസാനമായി കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനും നിരവധി ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകളടക്കം നിരവധി ആളുകളാണ് എത്തുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രമുഖർ പലരും എത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ പാലക്കാമുകൾ പള്ളിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി. മാത്രമല്ല, മറ്റ് ആളുകൾ പണക്കടി സാദിഖലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള മറ്റ് ആളുകൾ നാളെയാകും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 8 മണിയോടെ മന്ത്രി P രാജീവ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും. അൻവർ സാദത്ത് MLA അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നിലവിൽ പൊതുദർശനം നടക്കുന്ന സ്ഥലത്ത് നിലവിൽ ഉണ്ട്. മാത്രമല്ല, മറ്റ് ആളുകൾ ബെന്നി ബെഹനാൻ അടക്കമുള്ള ആളുകൾ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും വിവിധ ഭാഗങ്ങളിൽ നിന്ന്, എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളടക്കം, പ്രമുഖരടക്കം, അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ, പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുകയാണ്. വലിയ തിരക്ക് തന്നെയാണ് ഞാലകം കൺവെൻഷൻ സെന്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. VK ഇബ്രാഹിം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് മട്ടാഞ്ചേരിയിലും കളമശ്ശേരിയിലും ഒക്കെയുള്ള ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. വളരെ കാലം, ഏകദേശം 4 തവണ അദ്ദേഹം MLA ആയി പ്രവർത്തിച്ചിരുന്ന ആളാണ്. പ്രത്യേകിച്ച് എറണാകുളത്ത് പാർട്ടിയുടെ വിപുലീകരണത്തിന്, പാർട്ടിയുടെ ശക്തിപ്പെടുത്തലിനൊക്കെ വലിയ രീതിയിൽ പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. വടക്കൻ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു പാർട്ടി എന്നുള്ള ഒരു ലേബൽ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിനെ കേരളം മുഴുവനുമുള്ള, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ വലിയ ശക്തിയായി കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരാൾ കൂടിയാണ്. എന്തായാലും വളരെ ജനകീയനായിട്ടുള്ള ഒരു നേതാവിന്റെ വിടവാങ്ങൽ, അത് വളരെ ദുഃഖഭാരത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്ന ആളുകൾ വലിയ ദുഃഖത്തോട് തന്നെയാണ് എത്തുന്നത്. ശരി, VK ഇബ്രാഹിം കുഞ്ഞിന്റെ പൊതുദർശനമാണ് ഇപ്പോൾ കളമശ്ശേരിയിൽ തുടരുന്നത്. രാത്രി 9 മണി വരെ ആയിരിക്കും ഇവിടെ പൊതുദർശനം ഉണ്ടാവുക. നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തുന്നത്. നാളെയാണ് ഖബറടക്കം. ലിഡിയ ജേക്കബാണ് വിശദാംശങ്ങൾ നൽകിയത്.